ആ സുദർശന ചക്രം ഉപയോഗിച്ച് സതിയുടെ ശരീരങ്ങള് 56 ഖണ്ഡങ്ങളാക്കി ഛേദിച്ചു. അതാണ് പീഠ സ്ഥലങ്ങളാണ് ശക്തിപീഠങ്ങൾ. എന്നിട്ടും ശിവന്റെ കോപം തണുക്കാതെ വന്നപ്പോ ഒരു ഭാഗത്ത് യജ്ഞം മുടങ്ങി ലോകനാശം, ശിവ താണ്ഡവാണെങ്കിൽ അതിലും കൂടുതൽ. അപ്പോ സതി പോയിട്ടും തണുക്കാതെ വന്നപ്പോ ഇനി എന്താണ്? ഇപ്പൊ വിഷ്ണുവിന് തോന്നി ചെറിയ കുട്ടികളായി കണ്ടാല് എന്താണ് ഈ സമയത്ത് ശിവന്റെ മുന്നിൽ ആലിലയില് എന്താണ് പ്രളയശേഷം കാണുന്ന ഒരു കൃഷ്ണ ആ രൂപത്തിൽ വന്ന് നാളത്തിലുള്ള ശിവലിംഗത്തിൽ മുഴുവൻ ആ പൂകൾ അർപ്പിച്ചർപ്പിച്ച് ഒരു ഘട്ടത്തിലെത്തുമ്പോൾ അദ്ദേഹം ഈ വിഗ്രഹത്തെ കെട്ടിപ്പിടിച്ച് ആ നാളത്തിൽ 2 കാലുകളും താഴ്ത്തി വെച്ച് വിഗ്രഹത്തെ കെട്ടിപ്പിടിച്ച് ആ പൂജയുടെ സമയം തീരുമാനിക്കുന്നത് നായികനാരും പെരുമാളും മാത്രമാണ്. എത്ര നേരം അവിടെ ഇരിക്കണം, സംതൃപ്തിയായി എന്ന് നായികനാർക്ക് തോന്നിയാലേ അദ്ദേഹം എഴുന്നേക്കുള്ളൂ. പൂവ കൊണ്ടുവരുന്നവൻ പൂവൻ, വിളക്കിന്റെ കാര്യങ്ങൾ നോക്കുന്നവൻ വിളക്കൻ, തൈലം ഒഴിക്കുന്നവൻ തൈലക്കാരൻ, അതുപോലെ വറ്റ് പെറുക്കുന്ന തിടപ്പള്ളി വറ്റ് പെറുക്കുന്നവൻ വറ്റൻ, പൂജാരികൾ നായർ സമുദായക്കാരാണ് നമ്പൂതിരിമാർ, അവരെ പറയാ വാളശന്മാരെന്നാണ്. വാളിനെ അങ്ങനെയുള്ള ആൾക്കാരെ തേടിക്കൊണ്ടുവരുന്ന ഒരാളുണ്ട്. ഈ അറിയിപ്പ് തേടൻ എന്നാണ്, തേടൻ വരുന്നത്, അയാളുടെ പേര് തേടൻ എന്നാണ്. അയാൾ ഇങ്ങനെ ആൾക്കാർ തേടാൻ പോയി തേടിക്കൊണ്ടുവരും ഓരോ ചടങ്ങിനും. നമ്മൾ സംസാരിച്ചിരുന്ന വഴിക്ക് മാം പറഞ്ഞിരുന്നു ദേവസ്വം പേറ്റന്റ് വാങ്ങിയ 3 കാര്യങ്ങളെ പറ്റി. ഇപ്പോൾ അപ്പട, അതേപോലെ തന്നെ ഓടപ്പൂവ്, അതേപോലെ ആലിംഗന പുഷ്പാഞ്ജലി. അപ്പോൾ ഇതിനെ പറ്റി ഒന്ന് വിശദമായിട്ട് പറയാമോ? എനിക്ക് തോന്നുന്നു നമ്മള് ബാക്കി 2 ഏകദേശം പറഞ്ഞു. ആലിംഗന പുഷ്പാഞ്ജലിയാണ്. ഓടപ്പൂ നമ്മൾ ഏതാണ്ട് എല്ലാം പറഞ്ഞു. അപ്പടയും ഞാൻ പറഞ്ഞു 2 തവണയാണ് ഈ അപ്പട ഇക്കരെ കൊട്ടിയൂര് നേദിക്കുന്നത്. അത് അരിയും മഞ്ഞളൊക്കെ ചേർത്തിട്ട് പ്രത്യേക രീതിയിൽ കണലിൽ ചുട്ടെടുക്കുന്ന അപ്പാണെന്നാണ് പറഞ്ഞത്. അത് അടിയന്തരക്കാർക്ക് മാത്രം ഉള്ളതാണ്. അപ്പൊ ഈ അപ്പട എന്ന് പറയുന്നത് അദ്ദേഹത്തിനുള്ള ഒരു സൂചന. കാരണം അവിടെ ഞാൻ പറഞ്ഞു ഒന്നും ലിഖിതമായിട്ടല്ല, ഉപദേശ രൂപേണ ഒരു തലമുറ അടുത്ത തലമുറയ്ക്ക് കൈമാറുകയാണ്. അപ്പോ ഉത്സവത്തിന്റെ ചടങ്ങുകൾ എന്തായാലും മുടങ്ങാൻ പാടില്ല. മന്ത്രങ്ങളായ നമ്പൂരിമാരുടെ മന്ത്രങ്ങളായാലും അനുഷ്ഠാനങ്ങളായാലും ഒക്കെ എന്താണ് അത് കൊടുത്തേ പറ്റുള്ളൂ, അടുത്ത തലമുറയ്ക്ക് കൈമാറിയേ പറ്റുള്ളൂ. അപ്പോ അത് ആദ്യമേ അവൻ എന്താണ് ഓരോ തലമുറയും അതിനെ പാകമായി വരുമ്പോൾ കൈമാറാൻ പാകത്തിന് ഉള്ളൊരു എന്താ പറയാ ഒരു എന്താ പറയാ അടിയന്തരക്കാരന് കിട്ടുന്ന ഒരു വാണിംഗ് ആണ്. നിന്റെ സമയം കഴിയാറായി, നീ അടുത്ത ആൾക്ക് കൈമാറാം. അപ്പൊ അതില് മധുരം അനുഭവിക്കുന്ന ആളുടെ ആയുസിന് കുഴപ്പമില്ല എന്നും, ഏതെങ്കിലും അടിയന്തരക്കാരന് ഇത് കഴിക്കുമ്പോൾ ചവർപ്പ് അനുഭവപ്പെട്ടാല് അദ്ദേഹം അടുത്ത ഉത്സവത്തിന് മുമ്പ് മൃതി അടയുന്നതാണ് വിശ്വാസം. അതിന് മുമ്പിട്ട് ഉപദേശം അടുത്ത ആൾക്ക് കൊടുക്കണം. പക്ഷെ ആരും ഇത് പറഞ്ഞു കേട്ടിട്ട് അതും ഞാൻ എന്റെ ഗവേഷണ കാലത്ത് ആരോടും ചോദിച്ചിട്ടില്ല. കാരണം പലരും മരിച്ചെന്നറിയുമ്പോഴാണ്. പക്ഷെ നമുക്കത് ചോദിക്കാൻ പറ്റില്ല, അത് അവര് പറയില്ല. അത് അപ്പലത്തിന്റെ ആ ഒരു കൂട്ടായ്മയാണ്, അടിയന്തരക്കാരുടെ സീക്രസിയാണ്. അത് ഒരു ഗവേഷകയ്ക്ക് അറിയേണ്ട കാര്യമല്ല. പക്ഷെ ഇതാണ് എന്ന് അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ വരുന്നത് ഓടപ്പൂ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ആലിംഗന പൂജ. എനിക്ക് തോന്നുന്നു വേറെ ഏതെങ്കിലും അമ്പലത്തിലുണ്ടോന്നറിയില്ല, വിഗ്രഹത്തെ പൂജാരി കെട്ടിപ്പിടിച്ച് മണിക്കൂറുകളോളം അതിന്റെ സമയം തീരുമാനിക്കുന്ന ആ പൂജാരിയാണ്. അതിന്റെ പിന്നിൽ ആ പൂജയുടെ പിന്നിലും ഈ ദശയാഗ കഥ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ദശയാഗ കഥയെ നമുക്ക് അവിടെ മാറ്റി നിർത്താൻ പറ്റില്ല. അതായത് ഈ സതീ ദേഹത്യാഗത്തിൽ അറിഞ്ഞ് സതിയുടെ കത്തിക്കരിഞ്ഞ ശരീരം ശിവനെടുത്ത് താണ്ഡവം ആടുന്നു എന്നൊക്കെ നമ്മൾ അപ്പൊ ആ സമയത്ത് ഈ താണ്ഡവം നിർത്താൻ വേണ്ടി ഒരു രക്ഷയിൽ അങ്ങനെ വിഷ്ണു ആ സുദർശന ചക്രം ഉപയോഗിച്ച് സതിയുടെ ശരീരങ്ങള് 56 ഖണ്ഡങ്ങളാക്കി ഛേദിച്ചു. അതാണ് പീഠ സ്ഥലങ്ങളാണ് ശക്തിപീഠങ്ങൾ. എന്നിട്ടും ശിവന്റെ കോപം തണുക്കാതെ വന്നപ്പോ വിഷ്ണുവും എന്താണ് ചെയ്യുക? കാരണം ഒരു ഭാഗത്ത് യജ്ഞം മുടങ്ങി ലോകനാശം, ശിവ താണ്ഡവാണെങ്കിൽ അതിലും കൂടുതൽ. അപ്പോ സതി പോയിട്ടും തണുക്കാതെ വന്നപ്പോ ഇനി എന്താണ്? ഇപ്പൊ വിഷ്ണുവിന് തോന്നി ചെറിയ കുട്ടികളായി കണ്ടാല് എന്താണ് ചിലപ്പം കോപം തണുക്കുമല്ലോ. അങ്ങനെ വിഷ്ണു ഈ സമയത്ത് ശിവന്റെ മുന്നിൽ ആലിലയില് എന്താണ് പ്രളയശേഷം കാണുന്ന ഒരു കൃഷ്ണ ആ രൂപത്തിൽ വന്ന് കിടന്നു എന്നും, അപ്പോൾ ശിവൻ ഇത്തിരി ഒരു താപം തണുത്തു എന്നും, അങ്ങനെ ശിവൻ കോപം തണുത്ത് വന്ന സമയത്ത് ബ്രഹ്മാവ് ശിവനെ കെട്ടിപ്പിടിച്ച ആ ഒരു സന്തോഷത്തിൽ, കാരണം ഈ ലോകനാശം തടയല്ലേ സൃഷ്ടി തന്നെ അവതാളത്തിലാവുന്ന ഒരു ഘട്ടത്തിൽ ബ്രഹ്മദേവൻ ശിവനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു എന്നൊരു കഥയിൽ പറഞ്ഞു വരുന്നുണ്ട്. അതിന്റെ ഒരു അനുസ്മരണമായിട്ടാണ് തളിപ്പറമ്പിലുള്ള കുറുമാത്തൂരില്ലത്തെ നായിക്കനാര് ഈ രോഹിണി ആരാധന ദിവസം കൊട്ടിയൂര് വരികയും ഈ പൂർണ്ണ പുഷ്പാഞ്ജലി അദ്ദേഹത്തിന് എത്ര നേരമാണ് അവിടെ പൂവെന്ന് പറയുന്ന സ്ഥാനികൻ കോലക്കുടയിൽ പൂവുകൾ കൊണ്ടുപോയി കുറേ തുളസികൾ അദ്ദേഹം ഇതിലെ ഈ നാളത്തിലുള്ള ശിവലിംഗത്തിൽ മുഴുവൻ ആ പൂവുകൾ അർപ്പിച്ചർപ്പിച്ച് ഒരു ഘട്ടത്തിലെത്തുമ്പോൾ അദ്ദേഹം ഈ വിഗ്രഹത്തെ കെട്ടിപ്പിടിച്ച് ആ നാളത്തിൽ 2 കാലുകളും താഴ്ത്തി വെച്ച് വിഗ്രഹത്തെ കെട്ടിപ്പിടിച്ച് മന്ത്ര ജപത്തോടിരിക്കും. ആ പൂജയുടെ സമയം തീരുമാനിക്കുന്നത് നായികനാരും പെരുമാളും മാത്രമാണ്. എത്ര നേരം അവിടെ ഇരിക്കണം, സംതൃപ്തിയായി എന്ന് നായികനാർക്ക് തോന്നിയാലേ അദ്ദേഹം എഴുന്നേക്കുള്ളൂ. അത്രയും സമയം ബാക്കി എല്ലാവരും
പറയമ്പലുള്ളവരാണെങ്കിലും ഭക്തജനങ്ങളാലും ഹരിഗോവിന്ദ വിളിച്ചിട്ട് അവിടെ നിൽക്കും. പിന്നെ കൊട്ടിയൂരിന്റെ വേറൊരു പ്രത്യേകതയാണ്, ഞാൻ പറഞ്ഞു ശിവക്ഷേത്രമാണ് ദശയാഗം, പക്ഷെ അവിടെ വിളിക്കുന്നത് ഹരിഗോവിന്ദ എന്നാണ്. കൊട്ടിയൂർ എത്തുമ്പോൾ കൊട്ടിയൂർ അണിയന്ത്രക്കാരായാലും ഭക്തജനങ്ങളായാലും ഒക്കെ പറയുന്നത് ഹരിഗോവിന്ദ ചേർത്തിട്ടാണ് അവിടെ. അപ്പോൾ ഒരു 30 കോടി ദേവകളും കൂടി അല്ലെ ത്രിമൂർത്തികൾ കൂടിയ ഊര് എന്നുള്ളതിന്റെ ഒരു ഈ ഹരിഗോവിന്ദ എന്ന് പറയുന്നത് വിഷ്ണുവിനെയല്ല, വിഷ്ണുവിനെയാണ്. പക്ഷെ അവിടെ ശൈവക്ഷേത്രമാണെങ്കിലും അവിടെ എത്തുന്ന ഭക്തർ പാടുന്നത് ഈ ഹരിഗോവിന്ദ വിളിയാണ്. ഈ ആലിംഗന പുഷ്പാഞ്ജലി നടക്കുന്ന സമയത്തും എപ്പോഴും ഒരു ഹരിഗോവിന്ദ ജപിച്ചുകൊണ്ടാണ് അവിടെ ശയനപ്രതി, തിരുവഞ്ചിറയിൽ കണ്ണുകെട്ടി ശയനപ്രതിഷ്ഠം ചെയ്യുന്നവരാണേലും അവിടെ വരുന്ന. അപ്പൊ ആ ഒരു ദേവികയുടെ ഒരു സമ്മേളനം, ഒരു മൂർത്തികൾ കൂടിയ ഭൂമിയാണ് എന്നുള്ളതിന് ഹരിയും ഗോവിന്ദനെയും ചേർത്തിട്ടുള്ള, അല്ലെ ഹരനും ഗോവിന്ദനും ഹരിഗോവിന്ദ വിളിയാണ് അവിടെ മുഴങ്ങിക്കേൾക്കുന്നത്. അത് അവിടുത്തെ വേറൊരു പ്രത്യേകതയാണ്. അപ്പൊ ആ പൂജയുടെ സമയം നമുക്ക് എത്ര നേരമാണ് നായകനാണ് അവിടെ ഇരിക്കുന്നത്, അതുവരെ അദ്ദേഹം ഇരുന്ന് ആ കെട്ടിപ്പിടിച്ച് പൂജിക്കാം. വിഗ്രഹത്തിന് നാളത്തിനകത്ത് കാല് ഇറക്കി വെച്ച് കെട്ടിയിരുന്ന് അദ്ദേഹം എത്ര നേരം പൂജിക്കാവോ അത്രയും നേരം പൂജിക്കുന്നതാണ് ആലിംഗന പൂജ. അതിനുശേഷമാണ് രോഹിണി ആരാധനയുടെ ചടങ്ങുകൾ. അതും എനിക്ക് തോന്നുന്നു കൊട്ടിയൂരേ ഉള്ളെന്നാണ്. അതുകൊണ്ടാണ് ദേവസ്വത്തിന് പേറ്റന്റ് എടുത്തത്. ഇപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ആചാരങ്ങൾക്ക് അപ്പുറത്തേക്ക് ഭാഷാപരമായിട്ട് ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മാം ഒരു മലയാള അധ്യാപിക കൂടിയാണ്, അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ശരിക്ക് കൊട്ടിയൂരിന്റെ ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഏതൊരു ഫോക്ക് കൂട്ടായ്മയും നിയന്ത്രിക്കുന്നതിൽ അവരുടെ ഭാഷയാണ്. ഭാഷ നഷ്ടപ്പെട്ടാൽ നമുക്ക് എന്താണ് പറയല്ലോ, നമ്മുടെ ഒരു ജനതയെ കൊല്ലണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയെ നശിപ്പിക്കണമെങ്കിൽ അവന്റെ ഭാഷ ഇല്ലാതാക്കിയാൽ നമ്മുടെ സംസ്കൃതി. പക്ഷെ കൊട്ടിയൂര് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാല് ഏറ്റവും ഭംഗിയുള്ള മലയാള പദങ്ങൾ, ഇപ്പൊ നെയ്യ് അഭിഷേകം എന്ന് നമ്മൾ പറയില്ല, ഇളനീർ. കൊട്ടിയൂർ അഭിഷേകം എന്ന് പറയുന്നില്ല, പെരുമാൾ കാട്ടമാണെന്ന് പറയാം. ജലമായാലും ഇളനീരായാലും നെയ്യായാലും കളഭായാലും കളഭാഭിഷേകം ഇല്ല, നെയ്യഭിഷേകം ഇല്ല, ഇളനീരഭിഷേകം ഇല്ല, നീരഭിഷേകം ഇല്ല. എല്ലാം നീരാട്ടം, ഇളനീരാട്ടം, കളഭാട്ടം, നെയ്യാട്ടന്നേ പറയുന്നുള്ളൂ. പിന്നെ അവിടുത്തെ സ്ഥാനീകരുടെ പേരുകൾ ഞാൻ നേരത്തെ ഈ കുറുമാത്തൂരിന്റെ പൂജ പറഞ്ഞു. പൂജയ്ക്ക് വേണ്ട പുഷ്പങ്ങൾ എത്തിക്കുന്ന നമ്പീശൻ സ്ഥാനീകനെ വിളിക്കുക പൂവ എന്നാണ്. പൂവ കൊണ്ടുവരുന്നവൻ പൂവൻ. വിളക്ക് കത്തിക്കുന്നവൻ തളിപ്പൻ. തളിപ്പനല്ല, വിളക്കിന്റെ കാര്യങ്ങൾ നോക്കുന്നവൻ വിളക്കൻ. തൈലം ഒഴിക്കുന്നവൻ തൈലക്കാരൻ. അതുപോലെ തിടപ്പള്ളി വറ്റ് പെറുക്കുന്നവൻ വറ്റൻ. അങ്ങനെ നമ്മൾ തറയൊക്കെ വൃത്തിയാക്കുന്നതിന് തറവടി. അങ്ങനെ ഒരുപാട് ഡയലറ്റുകൾ അവിടുത്തെ സ്ഥാനീകരുടെ പേരുകളിലുണ്ട്. പിന്നെ ഒരാളനേടില്ല ഈ ചപ്പാര അമ്പലം, ഇതിനോട് നമ്മൾ പറയുമ്പോൾ എപ്പോഴും കൊട്ടിയൂരിന്റെ ഉപക്ഷേത്രം എന്നല്ല, ഈ ഭണ്ണാര ഘോഷയാത്രയായാലും ഇതൊക്കെ വരുന്ന മണത്തണ കേന്ദ്രീകരിച്ചുകൊണ്ട്. അപ്പൊ അവിടെ മണത്തണ ചപ്പാരം എന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട്. അവിടുന്ന് എന്താണ് ശക്തിയുടെ 3 വാളുകൾ കൊട്ടിയൂരിലേക്ക് ഭണ്ണാരത്തോടൊപ്പം വരുന്നുണ്ട്. അപ്പൊ ആ വാളിന്റെ പൂജാരികൾ, അതായത് നായർ സമുദായക്കാരാണ് നമ്പൂതിരിമാർ, അവരെ പറയാ വാളശന്മാരെന്നാണ്. വാളിനെ അങ്ങനെയുള്ള ഒരുപാട് ഡയലറ്റുകൾ കൊട്ടിയൂരിൻ്റെതായിട്ടുണ്ട്. ഇപ്പൊ ഓടപ്പൂ പോലെ, അപ്പട പോലെ അവിടുത്തെ സ്ഥാനീകരുടെ പേരുകള്. പിന്നെ ഇളനീര് കൊണ്ടുവരുന്നവൻ ഇളനീക്കാര്, നെയ്യമൃത് കൊണ്ടുവരുന്ന ആള് നെയ്യമൃതുകാര്, അങ്ങനെ. പിന്നെ കലം കൊണ്ടുവരുന്നവനെ കലക്കാരൻ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ജാതീയത. ഇപ്പം അവിടെ ഉത്സവത്തിന് ആവശ്യമായിട്ടുള്ള തുണികൾ കൊണ്ടുവരുന്നത് എന്താ പറയാ നെയ്ത്ത് തൊഴിലാളികളായിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേരും മണിയൻ ചെട്ടിയാനാണെന്ന്. പിന്നെ ഈ വാദ്യങ്ങൾ മുഴക്കുന്ന ഒച്ച ഉണ്ടാക്കുന്ന ആള് ഓച്ചർ. അങ്ങനെയുള്ള ഒരുപാട് പേരുകൾ. തളിക്കുന്നവൻ തളിപ്പൻ, വിളിക്കുന്നവൻ വിളിപ്പൻ, അങ്ങനെയുള്ള ഒരുപാട് പേരുകള്. നാട്ടുഭാഷയുടെ ഈ നാട്ടാചാരങ്ങളെ പോലെ തന്നെ നാട്ടുഭാഷയുടെ ആ നാട്ടുഭാഷയ്ക്കുള്ള ഒരു പ്രത്യേകത. ഇപ്പം നമ്മളെ അവിടെ എന്താ പറയാ തട്ടിമ്പറം എന്ന് കൊട്ടിയൂര് തട്ടിമ്പറത്ത് നിന്ന് ആ പേര് വിളിച്ചു കഴിഞ്ഞാല് ആ പേര് അയാൾക്ക് എവിടെ ഉപയോഗിക്കാന്ന, ആ പേരിൽ അയാളെ സംബോധന ചെയ്യുന്നതിന് ജാതിയോ മതമോ ലിംഗമോ ഒന്നും എതിരല്ല. അതൊരു ജാതിയും വേണ്ട. പിന്നെ അയാളെ ആ പേരിൽ നമുക്ക് വിളിക്കാം. പറഞ്ഞ് ഈ പേര് സംബോധന ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ആധാരത്തിൽ പോലും ഇപ്പൊ ഓച്ചർന്ന് എവിടെയും പറയാം. ഓച്ചർ ചേർത്താണ് അവര് പറയാ, ഓച്ചർ ശങ്കരന്മാരാറ്, അല്ലെങ്കിൽ ആ രീതിയില്. ഇപ്പൊ മറ്റനാണെ സ്ഥാനപ്പേര്. ഇപ്പം ഈ അടിയന്തര യോഗത്തിൽ ഞാൻ പറഞ്ഞില്ല, അവിടുത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അടിയന്തര യോഗമാണ്. അപ്പൊ അതിന് ആൾക്കാരെ തേടിക്കൊണ്ടുവരുന്ന ഒരാളുണ്ട്. ഈ അറിയിപ്പ് തേടൻ എന്നാണ്, തേടൻ വരണം, അയാളുടെ പേര് തേടൻ എന്നാണ്. അയാൾ ഇങ്ങനെ ആൾക്കാർ തേടാൻ പോയി തേടിക്കൊണ്ട് ഓരോ ചടങ്ങിനും ഈ അടിയന്തരക്കാരെ തേടണം. ഓരോ സമയത്തും ജന്മസമുദായത്തിന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ അറിയിക്കണം. പിന്നെ അവിടുത്തെ വേറൊരു പ്രത്യേകത, സാധാരണ നമുക്ക് അമ്പലത്തിന്റെ ഒരു ഇപ്പം മുഖമണ്ഡപത്തിലാണെങ്കിൽ നമുക്ക് സ്ത്രീകൾക്ക് കയറാവുന്നതിന് ഒരു പരിമിതിയുണ്ട്. ഇവിടെ ഈ മണത്തണയുള്ള 4 ഊരാളന്മാർക്കും ഈ വാളശന്മാർക്കും കോട്ടയം കോലോത്ത തമ്പുരാട്ടിമാർക്കും ഒരു ദിവസം പെരുമാൾ എന്താണ് ഒരു വർഷത്തേക്ക് വേണ്ട അരി അളന്നു കൊടുക്കുന്നു പറയും. അത് ഈ കൊട്ടിയൂർ കണ്ടെങ്കിൽ അറിയാം, ഉഗ്രവേദിയിൽ നാളെ ഇരിക്കുന്ന അവിടെ കയറിയിട്ട് ഇവർക്ക് അരി വാങ്ങിക്കാം.
അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേക വൈവിധ്യങ്ങൾ അവരെയും ഈ തേടം തേടിക്കൊണ്ടുവരണം. അപ്പൊ അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ച് ആ പ്രവൃത്തിയിൽ നിന്നുണ്ടായ വിളിപ്പേരുകളാണ് ഒരു ഭാഷാപരമായിട്ടൊരു, ഞാൻ പറയാം, ഒരു മലയാള അധ്യാപിക എന്നുള്ളതിൽ അതെനിക്ക് ഐ ആം പ്രൗഡ് ഓഫ് ഇറ്റ്. അല്ല, ക്യൂരിയോസിറ്റി കൂടെ ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെയുള്ള പേരുകള് എല്ലാത്തിനും ഉണ്ടല്ലോ. ഇപ്പൊ അപ്പട ആ ഒരു അത് ആ പേരുകൾ ആലിംഗന പൂജ, ആലിംഗന പുഷ്പാഞ്ജലി എന്നൊക്കെ ഇപ്പൊ പറയാൻ പറ്റും. ആലിംഗന പൂജ എന്നായിരുന്നു അതിന് പേര്. ആലിംഗനം ചെയ്ത് പൂജ, അത് ഞങ്ങൾ പറയും കെട്ടിപ്പിടിച്ച പൂജ എന്നായിരുന്നു അതിന് കുറച്ചുകൂടെ നല്ല. പക്ഷെ അതിന് മാത്രം എന്തോ ആലിംഗന പൂജ എന്നുള്ളൊരു പേര് വന്നു. ആ രീതിയിൽ ഭാഷാപരമായിട്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട് അവിടുത്തെ ചടങ്ങുകളുടെ പേരുകളിലും ആചാരക്കാരുടെ പേര് വിളിപ്പേരിലും ഒക്കെ. അതവരൊരു ആ തട്ടിപ്പുറത്തുനിന്ന് എന്താ കുട്ടികള് ഈ പൂജകളിൽ അങ്ങനെ വ്യത്യസ്ത പേരുകൾ എന്തെങ്കിലും ഉണ്ടോ? പൂജ ചെയ്യുന്ന ചില പൂജകൾക്കൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, കലശാട്ട്, നെയ്യാട്ടം, ഇളനീരാട്ടം, അല്ലാതെ നെയ്യഭിഷേകം, ഇളനീരഭിഷേകം, നെയ്യാട്ടം, ഇളനീരാട്ടം, ഭണ്ഡാര എഴുന്നള്ളത്ത്, ആ പേരുകളെ പറയുന്നുള്ളൂ. ആരാധന തൊട്ട് കൂട്ടാരാധന, അങ്ങനെ ദേവസ്വം, അങ്ങനെയുള്ള പിന്നെ വലിയ വട്ടളം പായസ നിവേദ്യം, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത, അവിടെ നേതി വെച്ച് ഉണ്ടാക്കുന്ന ഭക്ഷണം മുഴുവൻ നേദിക്കും. ഞാനൊരു അടിയന്തരക്കാർ താമസിക്കുന്ന കയ്യാലകൾ പറഞ്ഞു, ആ കയ്യാലകളിലൊക്കെ പെരുമാളുടെ നേദ്യം തന്നെയാണ് ഭക്ഷണമായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ അപ്പൊ അതിന് കൊടുക്കുന്നതിന് ഒരേ പകർച്ച കൊടുക്കുക, പകർന്നു കൊടുക്കുന്ന പകർച്ച കൊടുക്കുക. അത്തരത്തിലാണ് പേരുകൾ മൊത്തം വരുന്നത്. ആ തറയിലെ വറ്റ് വൃത്തിയാക്കുന്നതിന് വറ്റൻ, പിന്നെ ആ വൃത്തിയാക്കുന്നതിന് തറ വടിക്കുക എന്നുള്ള, എനിക്കൊന്നും ഇവിടെ അത് പേര് പറയുമെന്നറിയില്ല. തിരുവിതാംകൂറിൽ വടക്കോട്ട് പാത്രം കഴുകുന്നതിന് വടിക്കുക എന്നുള്ളൊരു പേരുണ്ട്. അപ്പൊ അതിന് തറവടി എന്നാണ് പറയുന്നത്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളും വ്യത്യസ്തമായിട്ടുള്ള ഭാഷാപരമായിട്ട് ഒരു സ്വത്വം ഇപ്പോഴും കൊട്ടിയൂർ കൂട്ടായ്മ കാക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഒക്കെ പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ളതാണ്. ഭാഷ പോലെ തന്നെ ഇപ്പോൾ സ്ഥാനികരുടെ ചിഹ്നങ്ങൾ ഓലക്കുടയാണ്, ചൂരൽ വടിയാണ്. പിന്നെ കെട്ടിടങ്ങൾ മുഴുവൻ ഇപ്പം സ്റ്റീലിന്റെ കമ്പി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഓലയാണ്. പ്രകൃതിയുടെ ഉത്സവമാണ്. മഴയും പ്രകൃതിയും ഒക്കെ കനിഞ്ഞിറങ്ങുന്ന വൈശാഖ മാസത്തില് പ്രകൃതി മനുഷ്യനും ഒന്നുചേരുന്ന ഒരു ഉത്സവം. അതിലൂടെ അവനെ ആത്മീയ നിർവൃതിയിലേക്ക് എത്തിക്കുക. ശരിക്കും കൊട്ടിയൂർ അതാണ്, പ്രകൃതിയും പുരുഷനും അല്ലെ, പ്രകൃതിയും മനുഷ്യനും ഒന്നു ചേർന്ന് ആഘോഷിക്കുന്ന ഒരു ഉത്സവം, പ്രകൃതിയുടെ ഉത്സവം. മണ്ണും മനുഷ്യനും മഴ നനഞ്ഞ് ഈറൻ നനഞ്ഞ് എത്ര നേരം വേണമെങ്കിലും അവിടെ ഈറനോടുകൂടെ അമ്പലത്തിൽ പോയി തൊഴുകയും ഈറനോടുകൂടെ പ്രസാദം തറയിൽ കയറുന്ന ഒരു രീതിയാണ്. അപ്പൊ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുകൊണ്ട് അവന്റെ എല്ലാ അഹങ്കാരങ്ങളും തീർത്ത് ദശന്റെ ധ്വരം എങ്ങനെയാണോ തീർന്നത് അതുപോലെ ആ ഭൂമിയിൽ നിന്ന് ഓടപ്പൂ വാങ്ങി പോവാന്നുള്ളതാണ് ഏത് പ്രാർത്ഥനക്കാരൻ്റെയും, ഇപ്പം എനിക്ക് തോന്നുന്നു ഏത് കേരളീയന്റെയും ജന്മസൗഭാഗ്യമായിട്ട് കാണുന്നത്. ഞങ്ങളിൽ നിന്ന് പ്രാർത്ഥനക്കാരിൽ നിന്ന് കൊട്ടിയൂർ അന്യം നിന്ന് പോവാന്നൊരു പേടിയുണ്ട്. കാരണം തിരക്ക് കൂടുവാണ്. ആ ഒരു പ്രശ്നം അവിടെയുണ്ട്. എങ്കിലും കൂടുന്നത് ഇതുകൊണ്ടായിരിക്കുമല്ലോ, എന്തോ കിട്ടുന്നത് കൊണ്ടായിരിക്കുമല്ലോ. ഐദർ സ്പിരിച്വൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ തൃപ്തിപ്പെടുത്താത്തടുത്ത് നമ്മൾ ആരും പോവില്ല. തീർച്ചയായിട്ടും എന്തോ തൃപ്തികൾ അവിടുന്ന് കിട്ടുന്നുണ്ടാവാം. കൂടുതൽ ആൾക്കാർ പഠിക്കട്ടെ. അതിൻ്റെ ഒരു തുടക്കക്കാരി എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഡ്യൂട്ടി. അത് ഞാൻ ചെയ്തു.